വയനാട്ടിൽ വയനാട് ദുരന്തമെന്ന് നമ്മളെപ്പോഴും പറയരുത് എന്ന് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു അഭ്യർത്ഥന. കാരണം ചൂരൽമലയിൽ കേന്ദ്രീകരിച്ച് നിൽക്കണം. ചൂരൽമലയിലാണ് ദുരന്തം ഉണ്ടായത്. ഇന്ന് ബഹുമാനപ്പെട്ട ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് വയനാട്ടിലുണ്ട്. പ്രധാനപ്പെട്ട ലക്ഷ്യം ടൂറിസ്റ്റ് മേഖലയിൽ ഒത്തുചേരുന്നവരെ മുഴുവൻ കൂട്ടിച്ചേർക്കാവുന്നവരെ മുഴുവൻ കൂട്ടിച്ചേർത്ത് വയനാടിൻ്റെ വീണ്ടെടുപ്പിന് എല്ലാ വിധത്തിലുമുള്ള തയ്യാറെടുപ്പ് നടത്തുക എന്നുള്ളതാണ്. വയനാട് ഒരു ടൂറിസ്റ്റ് സാധ്യത കൂടിയുള്ള സ്ഥലമാണ്. ആ സാധ്യത പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് സർക്കാർ കരുതുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചൂരൽമല ദുരന്തം എന്ന വിധത്തിൽ ഈ കാര്യങ്ങളെ കാണേണ്ടതുണ്ട്. ചൂരൽമലയിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ പുഞ്ചിരിമറ്റവും മുണ്ടക്കയും അട്ടാമലയും മനസ്സിൽ ഓണത്തിൻ്റെ കാലത്ത് നീറുന്ന വേദനയായിട്ട് നിൽക്കുകയാണ്. നഷ്ടപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ള ആകുലതകൾ നമ്മളെ വല്ലാതെ മതിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് ഈ ദുരന്തത്തിൻ്റെ ഭാഗമായി ഇപ്പോഴും തിരിച്ചറിയേണ്ട വിധത്തിലുള്ള മനുഷ്യരുണ്ട്. 122 പേരെ, ആദ്യം 118 പേരെ കാണാതായതായിരുന്നു കണക്ക്. പിന്നെ 4 പേര് കൂടിയപ്പോൾ 122 പേരെ ഈ ദുരന്തത്തിനിടയിൽ കാണാതായി എന്ന വിവരങ്ങളും പരാതികളുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. DNA ടെസ്റ്റുകൾ പുരോഗമിക്കുകയാണ്. DNA ടെസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള നഷ്ടപ്പെട്ടവരുടെ അടുത്ത ബന്ധുക്കളുമായിട്ടുള്ള ക്രോസ് മാച്ചിങ് വളരെ ഗൗരവമായി തുടരുകയാണ്. ഇപ്പോൾ സാധാരണ നിലയിൽ ഈ ദിവസങ്ങളിൽ നടന്ന ക്രോസ് മാച്ചിൻ്റെ അടിസ്ഥാനത്തിൽ നഷ്ടപ്പെട്ടു പോയി പോയ 122 പേരിൽ 55 പേരെ ക്രോസ് മാച്ചിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതോടുകൂടി ദുരന്തത്തിൽ കാണാതാകപ്പെട്ടവരുടെ എണ്ണം 67ആയി ചുരുങ്ങിയിട്ടുണ്ട്. ഇനിയും രക്തസാമ്പിളുകൾ അടുത്ത ബന്ധുക്കളുടെ രക്തസാമ്പിളുകൾ ക്രോസ് മാച്ചിങ്ങിനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. കുറച്ചുകൂടി മാറ്റം ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ആഗസ്റ്റ് 25 ആകുമ്പോഴേക്കും ദുരന്തം നടന്ന ഒരു മാസക്കാലം പൂർത്തിയാകുമ്പോഴേക്ക് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആഗസ്റ്റ് 30-നകത്ത് പൂർത്തിയാകും എന്നാണ് നമ്മൾ പറഞ്ഞിരുന്നെങ്കിലും ആഗസ്റ്റ് 24-ാം തീയതിയോടുകൂടി തന്നെ 17 ക്യാമ്പുകളും അവസാനിപ്പിച്ച് ബന്ധുവീടുകളിലേക്കോ താൽക്കാലിക വാടക വീടുകളിലേക്കോ ആളുകളെ മാറ്റാൻ കഴിഞ്ഞു. അതിനുശേഷം ആശുപത്രികളിൽ കിടക്കുന്നവരെ ആശുപത്രി വാസത്തിന് ശേഷം ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് തയ്യാറാക്കിയ സർക്കാർ ക്വാർട്ടേഴ്സിലേക്കോ വാടക വീടുകളിലേക്കോ മാറ്റാൻ വേണ്ടി കഴിഞ്ഞു. അവർക്കുള്ള ഒരുക്കങ്ങൾ നടത്തി. ഇനിയും ചില ആളുകൾ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ജെൻസൺ ഒരു വല്ലാത്ത വേദനയായി, ശ്രുതിയും ജെൻസനും ഒരു വല്ലാത്ത വേദനയായി നമുക്കിടയിലുണ്ടായി. അതിനെയും മറികടക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയി. ഇപ്പോൾ നമുക്ക് ആവശ്യം ഇനി സ്ഥായിയായ പുനരധിവാസത്തെക്കുറിച്ചിട്ടുള്ള ചിന്തയാണ്. സ്ഥായിയായ പുനരധിവാസത്തെക്കുറിച്ച് കഴിഞ്ഞ 29-ാം തീയതി തന്നെ മുഖ്യമന്ത്രി സർവകക്ഷി രാഷ്ട്രീയ നേതാക്കളുടെയും യോഗം വിളിച്ച് ഒരു പൊതുവായ അഭിപ്രായ പ്രകടനം ഉണ്ടാക്കി. 2 ടൗൺഷിപ്പുകളിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മൾ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ടൗൺഷിപ്പുകൾക്ക് ആവശ്യമായ 9 സ്ഥലങ്ങൾ കണ്ടെത്തി അതിലെ 2 സ്ഥലങ്ങൾ പൊതുവായി നമുക്ക് ഏറ്റെടുക്കാവുന്നതാണ് എന്ന വിധത്തിലേക്ക് ഈ ചെറിയ കാലത്തിനുള്ളിൽ നമ്മൾ പോയി. ഇനി പ്രധാനമായിട്ടും ആവശ്യം പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അർഹരാകപ്പെട്ട ആരെല്ലാം ശരിയായി ഉണ്ടാകണം. 2 തരത്തിലാണ് ആ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. ഒന്നിപ്പോൾ ഈ ദുരന്തമുണ്ടായി വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ട് ഇനി അങ്ങോട്ട് പോകാൻ കഴിയാതെ ഒറ്റപ്പെട്ടു പോയ എഫക്റ്റഡ് പാർട്ടീസ്, അതായത് യഥാർത്ഥത്തിൽ ഈ ദുരന്തത്തിന് ഇരയായ ആളുകൾ ഇനി അങ്ങോട്ട് പോകാൻ കഴിയാതെ പുനരധിവാസ സാധ്യത മാത്രമുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ്. ആ ലിസ്റ്റ് ഇപ്പോൾ LSTDയും റവന്യൂവും ചേർന്ന് നേരിട്ട് പരിശോധന നടത്തി ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തി തയ്യാറാക്കി വരികയാണ്. ഓണം കഴിഞ്ഞാൽ ആ ലിസ്റ്റ് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കും. അത് ഞങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുക്കുകയാണ്. കാരണം ഇത് സംബന്ധിച്ച് ഇനി ഒരു അനാവശ്യ വിവാദവും ഉണ്ടാകാൻ പാടില്ല. അനർഹർ കയറിക്കൂടരുത്, അർഹർക്ക് അവസരം നിഷേധിക്കപ്പെടരുത്. അതുകൊണ്ട് തയ്യാറാക്കുന്ന ലിസ്റ്റ് ഒരു പബ്ലിക് നോട്ടീസിലൂടെ പൊതുജനങ്ങളുടെ മുമ്പിൽ അറിയിക്കും. അതിൽ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ അത് കേൾക്കും. അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചുകൊണ്ട് ദുരന്തബാധിതരായവരിൽ അർഹരായ മുഴുവൻ പേരുടെയും പട്ടിക തയ്യാറാക്കി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അവരുടെ ലിസ്റ്റ് തയ്യാറാക്കും. രണ്ടാമത്തത്, ഇതോടൊപ്പം തന്നെ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലെ ഭൗമശാസ്ത്ര വിഭാഗം നേരിട്ട് പോയി പരിശോധിച്ച് നോട്ട് ടു ഗോ എന്ന വിധത്തിൽ അഭിപ്രായ പ്രകടനം രേഖപ്പെടുത്തിയ ചില സ്ഥലങ്ങളുണ്ട്. ഈ പറയുന്ന സ്ഥലങ്ങളിൽ തന്നെ ഒരു കുഴപ്പവുമില്ലാതെ നല്ല സുരക്ഷിതമെന്ന് കാഴ്ചയിൽ തോന്നാവുന്ന മണ്ണ് മാറ്റിയാൽ ഒന്ന് റീപെയിൻ്റ് അടിച്ചാൽ ഒരു പ്രയാസവുമില്ലാതെ കാണുന്ന വീടുകളുണ്ട്. പക്ഷേ അവിടെയുള്ള പല സ്ഥലത്തേക്കും ഇനി പോകാനാകുമോ ആകാതിരിക്കുമോ എന്ന ആശങ്കയുണ്ടായിരുന്നു. ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള ഭൗമ്യശാസ്ത്ര സംഘം ഒരു ലിസ്റ്റ് തയ്യാറാക്കി. അതിനുശേഷം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സെക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അത് പരിശോധിക്കാൻ വിധേയമായിട്ടുള്ള കമ്മിറ്റി അത് പരിശോധിച്ചു. കേന്ദ്രതലത്തിൽ നിന്ന് വന്ന
പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ആളുകളും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. ഇതനുസരിച്ച് വീടുകൾക്ക് കേടുപാടില്ലെങ്കിലും ഇനി അങ്ങോട്ട് പോകാൻ കഴിയാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ കൂടി പുനരധിവാസ പ്രവർത്തനത്തിൻ്റെ രണ്ടാമത്തെ ലിസ്റ്റായി പ്രസിദ്ധീകരിക്കും. അതും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കും. ഈ 2 ലിസ്റ്റിലും പെട്ട മുഴുവൻ കുടുംബങ്ങൾക്കും പുനരധിവാസം ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള പരിപാടികളാണിപ്പോൾ തയ്യാറാക്കി വരുന്നത്. 2 ടൗൺഷിപ്പുകൾ എന്നാണിപ്പോൾ നമ്മൾ മനസ്സിൽ കാണുന്ന ഒരാശയം. ആ ടൗൺഷിപ്പിൽ പങ്കാളിയാകാൻ കഴിയുന്നവർക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും അല്ല പറയാൻ വേറെ പ്രയാസമില്ലെങ്കിലും നമുക്ക് ഏറ്റവും അടുത്ത് ആ മേപ്പാടിക്കാർക്ക് അവർക്ക് താമസിക്കാവുന്ന ഏറ്റവും അടുത്ത സ്ഥലം വേണം എന്നാണ് നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതനുസരിച്ച് വൈത്തിരി താലൂക്കിൽ തന്നെ 2 സ്ഥലങ്ങൾ കണ്ടെത്തുക എന്ന ധാരണയാണ് നമുക്കുണ്ടായത്. കോട്ടപ്പടി വില്ലേജിലും അതുപോലെ തന്നെ കൽപ്പറ്റ വില്ലേജിലും ആണിപ്പോൾ മുഖ്യമായും ആ സ്ഥലങ്ങൾക്ക് വേണ്ടി നമ്മളൊരു ശ്രമം നടത്തുന്നത്. പക്ഷേ നിയമപരമായ ചില കാര്യങ്ങൾ കൂടി അക്കാര്യത്തിൽ പൂർത്തീകരിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് അതുകൂടി പൂർത്തീകരിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രി ഔപചാരികമായി തന്നെ അത് പ്രഖ്യാപിക്കും. ആ വിധത്തിൽ സ്ഥലങ്ങൾ കണ്ടെത്തുമ്പോൾ തന്നെ ഉള്ള നിയമപരമായ ചില കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. അതുകൂടി പരിഗണിച്ചുകൊണ്ട് നമ്മൾ കണ്ടെത്തും. എന്തായാലും ഈ ദുരന്ത ബാധിത വിഷയം നടക്കുമ്പോൾ തന്നെ 9 സ്ഥലങ്ങൾ ഇതിനുവേണ്ടി പരിശോധിച്ച് അവിടെ ഈ ഭൗമശാസ്ത്ര വിഭാഗത്തിനോട് നേരിട്ട് പോയി പരിശോധിക്കാൻ പറഞ്ഞ് വീണ്ടും ഒരു ഉരുൾപൊട്ടലോ അതുമായി ബന്ധപ്പെട്ട ദുരന്തമോ നമുക്ക് പ്രവചിക്കാനാകില്ലെങ്കിലും ആ വിധത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലങ്ങൾ അതിനുവേണ്ടി കണ്ടെത്തി ആ സ്ഥലങ്ങളിൽ ആവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളോടും കൂടി വീട് മാത്രമല്ല, വീടിനെ സംബന്ധിച്ചൊരു പൊതുവായ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. 2 നില വേണമെങ്കിൽ പണിയാൻ കഴിയുന്ന വിധത്തിൽ പിന്നെ തറയ്ക്ക് ശേഷിയുള്ള ഇപ്പോൾ നിർമ്മിച്ചു കൊടുക്കുമ്പോൾ 1000 സ്ക്വയർ ഫീറ്റെങ്കിലും ഒറ്റ നിലയിൽ നിർമ്മിച്ച്, പക്ഷേ അവർക്കെല്ലാം ആവശ്യമായിട്ടുള്ള പൊതുവായിട്ടുള്ള ആവശ്യകതകൾ, അതായത് കളിസ്ഥലങ്ങൾ, പൊതുവായി ഉപയോഗിക്കേണ്ട ഗ്രൗണ്ടുകൾ, ഓഡിറ്റോറിയങ്ങൾ, സിനിമാ തിയേറ്ററുകൾ, സാംസ്കാരിക നിലയങ്ങൾ, ആവശ്യമെങ്കിൽ ആശുപത്രി, ഇതെല്ലാം ആ ടൗൺഷിപ്പിൽ തന്നെ ലഭ്യമാകുന്ന വിധത്തിലുള്ള ഒരു ഡിസൈൻ അതിനുവേണ്ടി തയ്യാറാക്കണം എന്നാണ് സർക്കാർ ഇപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. ഒരുപാട് പേർ ഇതിലേക്ക് വിവിധങ്ങളായിട്ടുള്ള സഹായങ്ങൾ നൽകാം. പൂർണ്ണമായി വീട് നിർമ്മിച്ച് നൽകാനും വീട് നിർമ്മിച്ചതിൽ പങ്കാളിയാകാനും ഒന്നല്ല, തീർച്ചയായിട്ടും ആ രണ്ട് സ്ഥലങ്ങളിലാണ് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ കണ്ടെത്തൽ എത്തിച്ചേർന്ന് നിൽക്കുന്നത്. എങ്കിലും നിയമപരമായ കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ട് ഔപചാരികമായിട്ടുള്ള ആ സ്ഥലങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ ആ സ്ഥലങ്ങളിൽ ഏതാണോ ലഭ്യമാകുന്നത് ആ സ്ഥലങ്ങളിൽ ആവശ്യമായ വിധത്തിലുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടായിരിക്കും ആ പ്രവർത്തനത്തിലേക്ക് പോവുക. അസിത, ഞാൻ ഒരു കാര്യം കൂടി ശ്രദ്ധയപ്പെടുത്തട്ടെ. ഇതോടൊപ്പം ഉണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം, ആളുകളെ ആകുലപ്പെടുത്തിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അവർ ബാങ്കുകളിൽ നിന്നെടുക്കുന്ന ലോണുകളെ സംബന്ധിച്ചിട്ടുള്ള പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ആ ലോണുകൾ കേരള ബാങ്ക് എന്ന ആശയത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചവർക്കൊക്കെ കൃത്യമായ മറുപടി കിട്ടും പോലെ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ കേരള ബാങ്കുമായി ബന്ധപ്പെട്ട കളങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി തള്ളി. കഴിഞ്ഞ നിയമസഭയിൽ ഞാൻ തന്നെ അവതരിപ്പിച്ച് നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയ റവന്യൂ റിക്കവറി ആക്ടിൻ്റെ ഏറ്റവും ഗുണഫലം ഇപ്പോൾ ലഭ്യമാകുന്നത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ആ റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട ഒരു നടപടികളും പാടില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മൊറട്ടോറിയം ഗവൺമെൻറ് പ്രഖ്യാപിച്ചു. സ്റ്റേറ്റ് ലെവൽ ബാങ്കിങ് കമ്മിറ്റിയുടെ പ്രത്യേക യോഗം നടത്തി ചീഫ് സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പങ്കെടുത്തുകൊണ്ട് അവിടെ കാര്യങ്ങൾ വിശദീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകളോട് അവരുടെ കടങ്ങൾ എഴുതി തള്ളണം, തൽക്കാലം ഒരു കാരണവശാലും അതിൻ്റെ കുടിശ്ശിക പിരിക്കാനുള്ള നടപടികൾ പാടില്ല എന്ന് നിർദ്ദേശിച്ചു. കുടിശ്ശിക പിരിക്കുന്ന കാര്യം ഞങ്ങൾ ഒഴിവാക്കി എന്നവർ പറയുകയും അവിടെയുള്ള കടങ്ങൾ എഴുതി തള്ളുന്ന കാര്യം ഞങ്ങളുടെ ഡയറക്ടർ ബോർഡ് കൂടി ചേർന്ന് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരം തരണം എന്നവർ ആവശ്യപ്പെടുകയും ചെയ്തു. അതനുസരിച്ച് ബാങ്കുകൾ ആ വിധത്തിൽ മുന്നോട്ട് പോകുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, ഈ പുനരധിവാസത്തിൽ കേവലം വീടും ഭൂമിയും മാത്രമായിരിക്കില്ല. അവിടെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊണ്ടുവരാൻ സർക്കാരിന് സാധ്യമാകില്ല. മനുഷ്യരുടെ നഷ്ടമാണ് ഏറ്റവും പ്രധാനം. അതോടൊപ്പം തന്നെ അവർക്ക് പ്രിയപ്പെട്ടവരുടെ നഷ്ടം വളരെ പ്രധാനമാണ്. അത് നമുക്ക് തിരിച്ചു കൊടുക്കാനാകില്ല. പക്ഷെ നഷ്ടപ്പെട്ടവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഇനിയൊരു ഘട്ടത്തിൽ അവർക്ക് തോന്നാൻ ഇടകൊടുക്കാത്ത വിധം അവർക്ക് ചെയ്യാവുന്ന എല്ലാ വിധത്തിലും പുനരധിവാസം എന്ന് പറഞ്ഞാൽ വീടും ഭൂമിയും മാത്രമല്ല, അവരുടെ നഷ്ടപ്പെട്ട ജോലിയുടെ പുനരധിവാസം,
നഷ്ടപ്പെട്ട വിദ്യാഭ്യാസത്തിൻ്റെ പുനരധിവാസം, നഷ്ടപ്പെട്ട സ്വപ്നങ്ങളുടെ പുനരധിവാസം സാധ്യമാക്കാൻ കഴിയുമോ എന്ന വിധത്തിൽ എല്ലാ അർത്ഥത്തിലും അവരെ സഹായിക്കാവുന്ന വിധത്തിൽ എല്ലാവരുമായും കൂടിയാലോചിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഗവൺമെൻറ് നേതൃത്വം നൽകുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു സെക്ഷൻ 12 പ്രകാരം ഇവിടെ നിലനിൽക്കുന്ന കടങ്ങൾക്ക് ഒരു സ്റ്റാഗ്നേഷൻ, കടങ്ങൾ താൽക്കാലികമായി മരവിപ്പിച്ചുകൊണ്ട് പുതിയ ലോണുകൾ എടുക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം കൊടുക്കാവുന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ടിൻ്റെ സെക്ഷൻ 12 ഉപയോഗിക്കണം എന്ന് കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതനുസരിച്ച് വിവരങ്ങളൊന്നും കിട്ടിയില്ലെങ്കിലും സംസ്ഥാനത്ത് ലഭ്യമാകാൻ കഴിയുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു വരികയാണ്. ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെ സവിശേഷമായ ശ്രദ്ധ സർക്കാർ കാണിക്കുന്നുണ്ട്, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കാണിക്കുന്നുണ്ട്. 21 പേർ ഒറ്റപ്പെട്ടിട്ടുണ്ട്, ആ കണക്ക് നമുക്കറിയാം. 5 പുരുഷന്മാരും 10 സ്ത്രീകളും 18 വയസ്സിൽ താഴെയായിട്ടുള്ള 6 പേരും. ഇനി അവരുടെ വീടുകളിൽ ആരും ബാക്കിയില്ല. ഞങ്ങളിപ്പോൾ ഈ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണം ബാങ്കുകളിൽ നിക്ഷേപിക്കാൻ ശ്രമിച്ചപ്പോൾ ഞെട്ടലോടെ നമ്മൾ തിരിച്ചറിഞ്ഞൊരു കാര്യം, അവിടെ ഉണ്ടായിരുന്ന 17 കുടുംബങ്ങളിലെ മരണപ്പെട്ട 59 പേർക്ക് നെക്സ്റ്റ് കിൻ എന്ന വിധത്തിൽ ആലോചിക്കുമ്പോഴും പണം കൊടുക്കാൻ രക്തബന്ധുക്കളായാലും നിലവിൽ കാണാനില്ല. അതൊരു വലിയ ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി അത്രയേറെ വിപുലമാണ്. ഇപ്പോഴും റെസ്ക്യൂ പൂർത്തീകരിച്ചിട്ടില്ല. ചിലയിടങ്ങളിൽ വീണ്ടും അന്വേഷിക്കണമെന്ന ആളുകളുടെ നിർദ്ദേശപ്രകാരം അത് തുടരുന്നുമുണ്ട്. അപ്പോൾ അത്രയും ഭീകരമായിട്ടുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായത് എന്ന തിരിച്ചറിവോടെ ആ ദുരന്തം അനുഭവിക്കപ്പെട്ട മനുഷ്യരെ ഇനി പ്രയാസപ്പെടുത്താത്ത വിധത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്ന എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളെക്കുറിച്ചും സർക്കാരിൻ്റെ ആലോചനയിലുണ്ട്. അതായിരിക്കും യഥാർത്ഥത്തിൽ കേവലം വീട്ടിലും ഭൂമിയിലും നിൽക്കാതെ സമഗ്രമായ ഒരു പുനരധിവാസം. നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ പുനരധിവാസത്തിന് അഥവാ ദുരന്ത നിവാരണത്തിന് ലോകത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാവുന്ന ഒരു കേരള മോഡലായിരിക്കും ഇതോടുകൂടി നമ്മൾ സാധ്യമാക്കാൻ പോകുന്നത്. ഞാനതിനെക്കുറിച്ച് ഇപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് സംബന്ധിച്ച് കൃത്യമായ വിശദീകരണം കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ദുരന്ത ഭൂഘട്ടത്തിൽ നിൽക്കുന്ന കേരളത്തെ ഇനിയും ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിക്കരുത്. വെറുതെ അനാവശ്യമായിട്ടുള്ള തെറ്റായ വാർത്തകൾ നൽകി ഒരുപക്ഷെ ശ്രദ്ധയില്ലാത്ത വിധത്തിൽ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും പിന്നെ അതൊരു തെറ്റാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ തെറ്റിൽ നിന്ന് തിരിച്ചു പോകാൻ പ്രയാസമുള്ളത് കൊണ്ട് ആ തെറ്റിൽ നിന്നുകൊണ്ട് തന്നെ കൂടുതൽ ചർച്ചകളിലേക്ക് ഇടം കൊടുക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഒരു കാരണവശാലും മാധ്യമങ്ങൾ പോകരുത് എന്നാണിപ്പോൾ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ അത്ഭുതത്തോടെ കാണുകയാണ്. എനിക്ക് ഈ ദുരന്ത നിവാരണ ഘട്ടത്തിലുണ്ടായ രണ്ട് പ്രയാസങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 2 പ്രയാസങ്ങളിൽ ഇപ്പോൾ രണ്ടാമത്തെ പ്രയാസം കൂടിയായി. ആദ്യത്തെ പ്രയാസം ഞാൻ അന്ന് തന്നെ വൈകുന്നേരം മാധ്യമങ്ങളിലൂടെ പറഞ്ഞിരുന്നൊരു കാര്യം, വിതരണം ചെയ്യാത്ത ബ്രെഡ് പൂത്ത കഥയുണ്ടായ ഒരു അനുഭവം നമുക്ക് ചൂരൽമലയിൽ നിന്നുണ്ടായി. സർക്കാർ കൊടുത്ത ബ്രെഡ് പൂത്തു എന്ന് വ്യാപകമായ പ്രചരണം ഉണ്ടായി. കൊടുക്കാത്ത ബ്രെഡ് എങ്ങനെ പൂക്കും എന്ന് ചോദിച്ചപ്പോൾ പിന്നെ പൂത്ത ബ്രെഡ് എങ്ങനെ വന്നു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരറിവുമില്ല. ഇപ്പോൾ ആഗസ്റ്റ് 9-ാം തീയതി, ശ്രദ്ധിക്കണം, ആഗസ്റ്റ് 9-ാം തീയതി പ്രധാനമന്ത്രിയുടെ വരവിൻ്റെ തലേന്ന് കേരളം സെൻട്രൽ ടീമുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച ഒരു മെമ്മോറാണ്ടം, അതിൽ ചില വ്യക്തതകൾ കൂടി വേണം എന്ന് പ്രധാനമന്ത്രി പറഞ്ഞപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ ആഗസ്റ്റ് 17-ാം തീയതി കേന്ദ്രത്തിൻ്റെ മുന്നിൽ കൊടുത്ത ഒരു മെമ്മോറാണ്ടത്തിൽ വെച്ച കണക്കുകൾ ഓരോ പീസായിട്ട് എടുത്ത് അത് സ്വാഭാവികമായിട്ടും കോടതിയിൽ വന്ന കണക്കുകളായി മാറിയത് എങ്ങനെയാണ്? കോടതി ഇത് സംബന്ധിച്ചൊരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ മെമ്മോറാണ്ടം സെൻട്രൽ ഗവൺമെൻറ്റിന് സമർപ്പിച്ചോ എന്ന് കേരളത്തിനോട് ചോദിച്ചു. സമർപ്പിച്ചു എന്ന് കേരളം പറഞ്ഞു. എങ്കിൽ ആ സമർപ്പിച്ചതിൻ്റെ കോപ്പി കോടതിക്ക് മുമ്പാകെ ഹാജരാക്കണം എന്ന് കോടതി ആവശ്യപ്പെട്ടു. കോടതിക്ക് മുമ്പാകെ കേരളം ആ മെമ്മോറാണ്ടം നൽകി, അതിൻ്റെ കോപ്പി നൽകി. കോടതി അതിനെ എൻഡോസ് ചെയ്ത് കോടതിയെ സഹായിക്കാൻ വേണ്ടി
അവർ വെച്ചിട്ടുള്ള 2 അമിക്കസ് ക്യൂറികൾക്ക് അത് കൊടുത്തു. അവർ രണ്ടുപേരും ആ കണക്ക് നോക്കി അതിനെ എൻഡോസ് ചെയ്ത് കോടതിക്ക് ഇതാണ് കൊടുത്തത് എന്ന് കോടതിയുടെ മുമ്പിൽ അറിയിച്ചു. കോടതി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഉള്ള വക്കീലുമായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 6 ആഴ്ചകൾക്കുള്ളിൽ ഇതിലൊരു തീരുമാനമെടുക്കണം എന്ന് കേന്ദ്രത്തിനോട് പറഞ്ഞു. ഇതാണ് കോടതിയിൽ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച യാഥാർത്ഥ്യം. കോടതി ഈ മെമ്മോറാണ്ടത്തെ വിമർശിക്കുകയോ കോടതി ഇതിൽ എന്തെങ്കിലും തെറ്റു പറയുകയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആ മെമ്മോറാണ്ടത്തിൽ വന്ന ഓരോ ചെറുകാര്യങ്ങളും ഇങ്ങനെ കണക്കിലെടുത്തുകൊണ്ട് പറയുന്നതിൽ എന്താണ് അർത്ഥം ഉള്ളത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ആരെ തോൽപ്പിക്കാനാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാവുക? ഏതെങ്കിലും വിധത്തിൽ വളണ്ടിയർമാർക്ക് വേണ്ടിയിട്ടുള്ള പണം എഴുതിയെടുത്തിട്ടുണ്ടോ കേരളം? എവിടെ നിന്നെങ്കിലും കേരളം ബറയിലിന് വേണ്ടിയിട്ടുള്ള പണം എഴുതിയെടുത്തിട്ടുണ്ടോ? ഇനി വരാൻ പോകുന്ന ഒരു ബില്ലിനെ സംബന്ധിച്ചാണ് പിന്നെ ഹെലികോപ്റ്ററിൻ്റെ ഹെലി ലിഫ്റ്റിങ്ങിന് വേണ്ടി വന്നിട്ടുള്ള വാടക കൊടുക്കുന്നതിനെ സംബന്ധിച്ച് കേരളം പറഞ്ഞത്. അത് കേരളം എഴുതിയെടുത്ത സംഖ്യയാണോ? എന്തിനാണ് അനാവശ്യമായിട്ട് ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകുന്നത്? അങ്ങനെ കേരളം എഴുതിയെടുക്കാൻ എവിടെ നിന്നാണ് കേരളത്തിന് പണം ഉണ്ടാവുക? വിവരാവകാശം വെച്ചു കൊടുത്തോട്ടെ. കേരളം ഏതെങ്കിലും വിധത്തിൽ നടത്തിയിട്ടുള്ള എക്സ്പെൻഡിച്ചറിൽ പ്രശ്നമുണ്ടെങ്കിൽ അത് ഉന്നയിച്ചോട്ടെ. ഇത് നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് പോലെ വരാനിരിക്കുന്ന എസ്റ്റിമേറ്റ്. ഇപ്പോൾ സെർച്ച് ഓഫ് റെസ്ക്യൂ ഓപ്പറേഷൻ ഈ പിന്നെ നമ്മുടെ മെമ്മോറാണ്ടത്തിലെ 2.5 പ്രകാരം അതിങ്ങനെ പ്രസിദ്ധീകരിച്ചിരുന്നു ഇന്നലെ ഒരു മാധ്യമം. ഇപ്പോൾ നിങ്ങളത് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലെന്താണ് പറയുന്നത്? ദ സെർച്ച് ആൻഡ് റെസ്ക്യൂ ഇൻവോൾവ്ഡ് ഓവർ 5,000 individuals and 150 heavy machinery. Salvaging operations are continuing and so is the search for missing individuals. The cost of this may be broken down as follows. അത് എക്സ്പെൻഡിച്ചർ ആണോ? മേ ബി ബ്രോക്കൺ ഡൗൺ ആസ് ഫോളോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചെലവുകളെ സംബന്ധിച്ച് കേരളം പറയുകയാണ്. STRFന് ചില മാനദണ്ഡങ്ങളുണ്ട്, NDRFന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളില്ലാതെ തുക എഴുതിയെടുക്കാൻ ആർക്കെങ്കിലും പറ്റുമോ? 2018 പ്രളയം ഉണ്ടായി. STRF സംബന്ധിച്ച് നമുക്ക് കൊടുക്കാവുന്ന നഷ്ടം എത്രയാണ്? 6,000 കോടിയാണ് STRF സംബന്ധിച്ച് നമ്മുടെ നഷ്ടം. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ സ്ഥിതിക്കറിയാൻ നോക്കിയാൽ STRFൻ്റെ മാനദണ്ഡം അനുസരിച്ച് ഒരു വീട് പൂർണ്ണമായി നഷ്ടപ്പെട്ടാൽ അന്ന് 1,10,000 ആയിരുന്നു. കുന്നിൻ ചെരുവിൽ സമതലത്തിൽ 91,000-ഉം 1,01,000-ഉമായിരുന്നു. ഇപ്പോൾ അത് 1,30,000-ആയി മാറിയിട്ടുണ്ട്. പൂർണ്ണമായും ഒരു വീട് നഷ്ടപ്പെട്ടാൽ 1,30,000-ആണ് STRFൻ്റെ കണക്ക്. ആ കണക്ക് പ്രകാരമുള്ള പരിമിതികൾ വെച്ച് കേരളത്തിന് അന്ന് 2018 സമർപ്പിക്കാനാവുന്ന കണക്ക് 6,000 കോടിയാകുമ്പോൾ അതല്ല ശരിയായ കണക്ക്. ശരിയായ നഷ്ടം, അതിനെ അധിക നഷ്ടം എന്ന പേരിലാണ് സാധാരണ ഡിസാസ്റ്ററിൽ അറിയപ്പെടുക. അധിക നഷ്ടം 6,000 കോടി STRFൻ്റെ നഷ്ടം. ഇതുപോലെ കൊടുത്ത മെമ്മോറാണ്ടത്തിൽ ഇതേ കണക്കുകൾ ഇതേ മാനദണ്ഡങ്ങൾ വെച്ച് കൊടുത്ത കണക്കിൽ അന്ന് 26,000 കോടി രൂപയുടെ അധിക നഷ്ടവും കേരളം ഉന്നയിച്ചു. 6,000 കോടി STRF പ്രകാരം കിട്ടാം, എന്നാൽ യഥാർത്ഥത്തിൽ അധികമായി ഉണ്ടായ നഷ്ടം 26,000 കോടി രൂപയാണ്. എന്തിനാണ് ഈ അധിക നഷ്ടം പറയുന്നത്? അതൊരു പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ്. എന്നിട്ട് 2018 കേരളത്തിൽ അനുവദിച്ചത് എത്രയാ? 3,000 കോടി രൂപയാണ്. അപ്പോൾ അധിക തുകയായി പറയുന്നത് അനുവദിക്കുകയല്ല, അതൊരു പാക്കേജായി കേരളത്തിന് തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ എയർ ലിഫ്റ്റിങ്ങിൻ്റെ കൂലി 17 കോടി രൂപ. എവിടെ എഴുതിയെടുത്തു? ആർക്കാണ് കൊടുക്കുക? എയർ ലിഫ്റ്റിങ്ങിൻ്റെ കാശ് കേരളത്തിന് എഴുതിയെടുക്കാൻ പറ്റുമോ? കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഹെലികോപ്റ്റർ നൽകുന്ന സംവിധാനമാണല്ലോ അതിൻ്റെ പണത്തിൻ്റെ ബില്ല് കേരളത്തിന് തരേണ്ടത്. 2018 ഈ ദുരന്തം ഉണ്ടായപ്പോൾ എയർ ലിഫ്റ്റിംഗ് അഥവാ എയർക്രാഫ്റ്റുകളുടെ ഉപയോഗത്തിന് വേണ്ടി ചെലവഴിച്ച സംഖ്യയുടെ ബില്ല് നമുക്ക് തരുന്നത് 2019-ലാണ്. 2018 ദുരന്തത്തിൽ നമുക്ക് ചെലവായ സംഖ്യയുടെ ബില്ല് തരുന്നത് 2019. അന്ന് പറഞ്ഞ സംഖ്യ എത്രയാണ്? അന്ന് പറഞ്ഞത് 102 കോടി രൂപ 2018 എയർ ലിഫ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കാനുള്ള ബില്ല് എയർഫോഴ്സ് തന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇനി ഓക്കിക്ക് വന്ന കാശ് കൂടി കൂട്ടി 130 കോടി രൂപ തരണം എന്നാണ് അന്ന് ആവശ്യപ്പെട്ടത്. 17 കോടി രൂപ ചെലവഴിക്കും എന്നുള്ളതിൻ്റെ ബ്രേക്കറ്റിൽ ആക്ച്വൽസ് എന്ന് നമ്മൾ എഴുതുന്നതിൻ്റെ കാര്യം എന്താണ്? അപ്പോൾ 102 കോടി രൂപയുടെ കണക്ക് വരുന്നത് 1 വർഷം കഴിഞ്ഞിട്ടാണ്. ഓക്കിയുടെ പണം വരുന്നത് 1 വർഷത്തിൽ കൂടുതൽ കഴിഞ്ഞിട്ടാണ്. ആക്ച്വൽസ് എന്തിനാണ് ബ്രേക്കറ്റിൽ എഴുതുന്നത്? ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചത് ആക്ച്വൽ ചിലവാണെന്നാണ്. അങ്ങനെയല്ലല്ലോ. ആക്ച്വൽസ് എന്നെഴുതുന്നത് 17 കോടി രൂപ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. 17 കോടിയേക്കാൾ കൂടുതൽ വന്നാൽ 17 കോടിയേക്കാൾ കുറവ് വന്നാലും എത്രയാണോ ചെലവ് വന്നത് ആ സംഖ്യയായിരിക്കും തരേണ്ടത്. അതിനുവേണ്ടിയാണ് ആക്ച്വൽസ് എന്നെഴുതുന്നത്. ഇത് ആർക്കാണ് മനസ്സിലാകാത്തത്?
ഇനിയിപ്പോൾ കേന്ദ്രം കേരളത്തിനൊരു വലിയ സംഖ്യ അനുവദിക്കുക എന്ന് വെക്കുക, അതങ്ങനെ വെറുതെ എഴുതിയെടുക്കാൻ പറ്റുമോ? കേരളത്തിന് STRFിൻ്റെ സംഖ്യ അതിൻ്റെ നോംസ് അനുസരിച്ചല്ലേ കേരളത്തിന് എഴുതിയെടുക്കാൻ വേണ്ടി പറ്റുക? അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിലും ഞാനിപ്പോൾ എയർലിഫ്റ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ആ വരി കൂടി വായിക്കാം. 2:8 പറയുന്നത്. റിലീഫ് മെഷേഴ്സ് എയർ ഡ്രോപ്പിംഗ്. The aircraft of Indian Air Force were used for transporting troops, airlifting of rescued, airlifting of dead bodies, dropping of troops, VIP movement, etc. The cost may be reimbursed in actuals and estimated to be 70 crores. എന്ത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വളരെ കൃത്യമായിട്ട് ഇതിലുണ്ടല്ലോ, ആ ഭാഗങ്ങൾ മാത്രം കാണിക്കുന്നില്ല. ദ കോസ്റ്റ് മേ ബി റീഇംബേഴ്സ്ഡ് ഇൻ ആക്ച്വൽസ്. ശരിയായ കണക്കിൽ നിന്ന് ആ പണം പിന്നെ എയർഫോഴ്സിന് റീഇംബേഴ്സ് ചെയ്യാം. ആൻഡ് ഈസ് എസ്റ്റിമേറ്റഡ്. ഇത് ഞങ്ങൾ കരുതുന്നത് 17 കോടിയാണ്. ആ 17 കോടിയുടെ കാശ് എഴുതിയെടുത്തു എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇന്നത്തെ വാർത്തകൾ കണ്ടാൽ തോന്നും ഈ കാശൊക്കെ കേരള ഗവൺമെൻറ് എവിടെയെങ്കിലും എഴുതി വെച്ചെടുക്കുകയാണ്. കേരളത്തിന് 218 കോടി STRFിൽ നിന്ന് ചെലവാക്കാൻ പറ്റിയാൽ അതല്ല കേരളത്തിന് ഇപ്പോൾ ഉണ്ടായ നഷ്ടം ഏതാണ്ട് 1200 ചില്വാനം കോടി രൂപയാണ് എന്ന് കാണിച്ച് ഡബ്രി എടുക്കുന്ന കാര്യത്തിൽ ഇതിപ്പോഴും തീർന്നിട്ടില്ല. ആ ഘട്ടത്തിൽ ആഗസ്റ്റ് 9 തയ്യാറാക്കി ആഗസ്റ്റ് 17 സമർപ്പിച്ചൊരു മെമ്മോറാണ്ടം കോടതിയിൽ ആഗസ്റ്റ് 23 കൊടുത്തത് അതിൻ്റെ ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഈ കാശ് മുഴുവൻ ഞങ്ങളെടുത്തു അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തു, മുഖ്യമന്ത്രി എടുത്തു എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനുള്ളത്? ഞാൻ തർക്കത്തിലില്ല. ആസിത പറഞ്ഞതുപോലെ 1 മാസക്കാലം കഴിഞ്ഞിട്ടും കേരളത്തിൽ ഏതെങ്കിലും വിധത്തിൽ പ്രത്യേക പാക്കേജ് തയ്യാറാത്തവർ മെമ്മോറാണ്ടം വരട്ടെ എന്ന് പറഞ്ഞ് മെമ്മോറാണ്ടം കൊടുത്തിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്, പ്രതീക്ഷയോടെ കേരളം കാത്തിരിക്കുകയാണ്. ആ കാത്തിരിപ്പ് കേരള ഗവൺമെൻറ്റിന് വേണ്ടിയല്ല. ചൂരൽമലയിൽ ഇനിയും ജീവിതം ബാക്കിയുണ്ടെന്ന് സ്വപ്നം കാണുന്ന സാധാരണക്കാരുള്ള മനുഷ്യർക്ക് വേണ്ടി ക്ഷമയോടെ കേരളം കാത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഈ കാര്യത്തിലൊന്നും വികാരപരമായ അഭിപ്രായം പറയുന്നില്ല, നിങ്ങളെന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ മാധ്യമങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ ക്ഷമ ചൂരൽമലയിൽ എല്ലാം നഷ്ടപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരുടെ കണ്ണീരിൻ്റെ മുമ്പിൽ ഞങ്ങൾ കൊടുക്കുന്ന വില കൂടിയാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അതുകൊണ്ട് പൂക്കാത്ത കൊടുക്കാത്ത ബ്രെഡ് പൂത്തതുപോലെ ഇതുവരെ എക്സ്പെൻഡിച്ചർ ആവാത്തൊരു കണക്ക് എക്സ്പെൻഡിച്ചറാണ് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കരുത്. ഞാൻ എല്ലാ മാധ്യമങ്ങളോടും സ്നേഹപൂർവ്വം പറയുന്നു, ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ വിവരാവകാശം വെച്ച് ചോദിക്കാമല്ലോ. കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയ വിവരാവകാശ നിയമം വെച്ച് ഈ ചോദ്യങ്ങൾ ചോദിക്കാം. കേരളത്തിൻ്റെ എക്സ്പെൻഡിച്ചർ എത്ര എന്ന് ആർക്കും ബോധ്യപ്പെടാം. കേരളം ചെലവഴിച്ച സംഖ്യയെക്കുറിച്ച് എനിക്ക് പ്രധാനമായും പ്രയാസമായത് അവിടെ വന്ന ആയിരക്കണക്കിന് വളണ്ടിയർമാരുണ്ട്. ഒന്നും ആഗ്രഹിക്കാതെ, ജീവിതത്തിൽ ഒന്നും പ്രതീക്ഷിക്കാതെ, ഏതെങ്കിലും വിധത്തിൽ ഒരു ചലനങ്ങളിൽ പോലും പണം ആരുടെ കയ്യിൽ നിന്നും കൈപ്പറ്റാതെ, ഭക്ഷണം പോലും വേണ്ട നേരത്ത് കഴിക്കാതെ അവിടെ പ്രവർത്തിച്ചവർക്കൊക്കെ വേണ്ടി പണം ഞങ്ങൾ എഴുതിയെടുത്തു, ഗവൺമെൻറ് എഴുതിയെടുത്തു എന്ന തെറ്റിദ്ധാരണ അങ്ങനെ ജനിപ്പിക്കാമോ? ഇത്രയെല്ലാം ചെലവുണ്ടാകും എന്നുള്ളതിനെക്കുറിച്ച് കേരളം ഒരു കണക്ക് പറയുമ്പോൾ ആ കണക്കിൽ STRFിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ചെയ്യാവുന്നത് ചെറിയ കണക്കാണ്. ഒരു വാഴ നഷ്ടപ്പെട്ടാൽ കൃഷി നഷ്ടത്തിന് എത്ര രൂപയാണ് കൊടുക്കാനാവുക? 6 രൂപ 50 പൈസയാണ് കേന്ദ്രത്തിൻ്റെ കണക്ക്. കേരളം കൊടുക്കുന്നത് ആ കണക്കല്ല, കേരളം കൊടുക്കുന്നത് മറ്റൊരു കണക്കാണ്. ആരും ഇതുവരെ പറഞ്ഞില്ല ഈ കണക്കിൽ അഗ്രികൾച്ചർ ലോസിനെ കുറിച്ച്, എനിമൽ ഹസ്ബൻഡറിയുടെ ലോസിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് എഴുതിയെടുത്തു. ഇതുവരെ അതിനെ സംബന്ധിച്ച് ആരും അഭിപ്രായ പ്രകടനം ഒന്നും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടില്ല. ഈ 2:13 അഗ്രികൾച്ചർ റിമൂവിങ് ഡബ്രീസ്, 2:14 അഗ്രികൾച്ചർ ലോസ് ലാൻഡ്, 2:15 അഗ്രികൾച്ചർ പെരനിയൽ ക്രോപ്സിൻ്റെ നഷ്ടം. ഇങ്ങനെ ഓരോന്നിനും ഇത് തുടർന്ന് വായിച്ചാൽ അത് കാണാൻ കഴിയും. 2:12, 2:13, 2:8 വരെ വായിപ്പിച്ചല്ലോ, 2:9 വരെ കാണിച്ചല്ലോ. തുടർന്ന് വായിക്കുക. 2:13, 2:14, 2:15, ഇനി 2:16 അഗ്രികൾച്ചർ പെരനിയൽ ക്രോപ്സിൻ്റെ നോൺ SMFിൽ പെടുന്ന നഷ്ടം. 2:17 എനിമൽ ഹസ്ബൻഡറി, അതിൽ പശുവിന് മാത്രം വരുന്ന നഷ്ടം. 2:18 എനിമൽ ഹസ്ബൻഡറി, ആടിന് വരുന്ന നഷ്ടം. ഇങ്ങനെ തുടങ്ങുകയാണ്. ഓരോന്നിനും വരുന്ന നഷ്ടം പ്രത്യേകമായി എഴുതുകയാണ്. എനിമൽ ഹസ്ബൻഡറി കൗസിന് വന്ന നഷ്ടം അതെങ്കിലും ഒന്ന് കൂട്ടി വായിക്കണം. എ ടോട്ടൽ ഓഫ് 226 cows ആർ ലോസ്റ്റ് ആസ് റിപ്പോർട്ടഡ് ബൈ Animal Husbandry and Dairy Development Department. These cows were of 75 farmers, 37,500 cow limited to 3 cow per farmer. The relief assistance is thereof Rs 84,37,500. ഇതിൽ തന്നെ എഴുതിയതാണ്, ആരും എഴുതിയെടുത്തതല്ല.
ഓരോന്നിനും വരുന്ന ചെറു നഷ്ടങ്ങൾ, അഗ്രികൾച്ചറിൽ, അനിമൽ ഹസ്ബൻഡറിയിൽ ഇങ്ങനെ തുടങ്ങുന്ന ചെറു നഷ്ടങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്താ അത് പ്രസിദ്ധീകരിക്കാത്തതെന്ന് അറിഞ്ഞില്ല. ഇതെല്ലാം സെൻറ്ററിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഈ വിധത്തിൽ ഞങ്ങൾക്ക് നഷ്ടമുണ്ടായി. STRFൻ്റെ മാനദണ്ഡങ്ങളിൽ മാത്രം പെടുത്തിയാൽ ഒരു ചെറിയ സംഖ്യയെ നമുക്ക് തരാനാകൂ. വാഴ നഷ്ടപ്പെട്ടതിന് 6 രൂപ 50 പൈസയും വീട് നഷ്ടപ്പെടുന്നതിന് 1,30,30,000 കണക്ക് കൂട്ടിയാൽ നമുക്ക് തികയുന്നതല്ല. അതുകൊണ്ട് കേരളത്തിനുണ്ടായ നഷ്ടങ്ങൾ ഈ പറയും പ്രധാനപ്പെട്ടതാണ്. ആ നഷ്ടങ്ങളിൽ ഞങ്ങളെ ഏതെങ്കിലും വിധത്തിൽ സഹായിക്കാൻ ഗവൺമെൻറ് തയ്യാറാകണം. അതിനുള്ള മെമ്മോറാണ്ടമാണ് നമ്മൾ കൊടുത്തത്. ഈ കൊടുത്ത പണമൊക്കെ അണപ്പൈ വ്യത്യാസമില്ലാതെ കേന്ദ്ര ഗവൺമെൻറ് തരുമോ? ഞങ്ങൾ എഴുതിയെടുക്കാൻ വേണ്ടി എഴുതിയെടുക്കുക എന്ന് വെച്ചാൽ തന്നെ STRFൻ്റെ മാനദണ്ഡങ്ങളിൽ പ്രത്യേകമായി ഇളവ് വരുത്തി പ്രഖ്യാപിക്കാതെ അത് കൊണ്ടുവരാൻ കഴിയുമോ? ഏത് ദുരന്തത്തിലാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരം കേരളത്തെ പെടുത്തിയിട്ടുള്ളത്? L0-യിലാണോ, L1-ലാണോ, L2-ലാണോ, L3-ലാണോ? കേരളത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു? ജാതി രാഷ്ട്രീയ മതഭേദമില്ലാതെ കേരളത്തിൻ്റെ ആവശ്യം L3-ൽ ഈ ദുരന്തത്തെ പെടുത്തണം. ഡിസാസ്റ്റർ ഇൻ സീവിയർ നേച്ചർ, അതിനെക്കുറിച്ചിട്ടുള്ള ഏതെങ്കിലും വിധത്തിൽ അഭിപ്രായ പ്രകടനങ്ങൾ ഇപ്പോൾ ഉണ്ടായോ? ഈ മെമ്മോറാണ്ടം നിങ്ങൾ പിന്നെ പലരും, നിങ്ങളെന്ന് പറഞ്ഞാൽ അസിയെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, പലരും വായിച്ചതുപോലെ ബറയിലിൻ്റെ പണമോ അല്ലെങ്കിൽ എയർ ക്രാഫ്റ്റിങ്ങിൻ്റെ പണമോ വളണ്ടിയർമാരുടെ പണമോ മാത്രം എഴുതിയിട്ടുള്ളൊരു മെമ്മോറാണ്ടമല്ല. ഞാൻ തുടർന്ന് വായിച്ചതുപോലെ 2:13 മുതൽ ഇങ്ങോട്ടെടുത്താൽ അഗ്രികൾച്ചറിൻ്റെ നഷ്ടം, പിന്നെ മനുഷ്യരല്ലാതെ ഉണ്ടായ മൃഗങ്ങളുടെ നഷ്ടം, ഓരോ വിധത്തിലും ഉണ്ടായ നഷ്ടങ്ങളുടെ ഒരു ആകെത്തുകയാണ് ഞാനിപ്പോൾ കാണിക്കുന്ന. കൃത്യമായി പറഞ്ഞാൽ 35 പേജുള്ള ഈ വിശദാംശങ്ങളെല്ലാം കൊടുത്തിട്ടുള്ള ഈ മെമ്മോറാണ്ടം. അതിലൊരു ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം, നെഞ്ച് തകർന്ന് ഇതിനു വേണ്ടി നിന്നയാളുകൾ ഇതിനെ തെറ്റിദ്ധരിക്കും. നമുക്ക് കിട്ടാവുന്ന പരമാവധി പണം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടിയാൽ മറ്റൊരു ആവശ്യത്തിനും അത് ഉപയോഗിക്കാനാകില്ല, ഉപയോഗിക്കാൻ പറ്റുമില്ല. എല്ലാവർക്കും വിവരാവകാശം വെച്ച് അത് സാധ്യമാകുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു പോവുകയല്ല, ഇതിപ്പോൾ കേരളം കൊടുത്ത ഒരു ആൻറ്റിസിപ്പേറ്റഡ് കണക്ക്, പ്രതീക്ഷിക്കുന്ന ചെലവ്, അതും ഓഗസ്റ്റ് 9 തയ്യാറാക്കിയ കണക്ക്, അതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു. ആ യാഥാർത്ഥ്യം ചിലപ്പോൾ ഇനി വരാൻ പോകുന്ന എസ്റ്റിമേറ്റിനെ കുറിച്ച്, ഇതിലെല്ലാം മേ ബി എസ്റ്റിമേറ്റഡ് എമൗണ്ട്, നിങ്ങൾ ആക്ച്വൽസിൽ നിന്ന് റീഇംബേഴ്സ് ചെയ്യാവുന്ന എമൗണ്ട്, ആക്ച്വൽസിൻ്റെ എഴുതിയപ്പോൾ പലരും തെറ്റിദ്ധരിച്ചു, പാവപ്പെട്ട ആളുകൾ. ഇത് ശരിക്കുള്ള കണക്കാണ്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതിൽ പറഞ്ഞ പോലെ 2:8 പ്രകാരം എയർക്രാഫ്റ്റിൻ്റെ ശരിക്കുള്ള കണക്ക് എങ്ങനെയാണ് കേരളത്തിന് എഴുതാൻ പറ്റുക? ഞാൻ ചോദിക്കട്ടെ, 2018 കേരളത്തിലേക്ക് വന്ന കേന്ദ്ര സേനകളുടെയും ദുരന്ത നിവാരണത്തിൻ്റെയും കണക്ക് കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ് തന്നില്ലേ? എന്നാ തന്നത്? ഒരു വർഷക്കാലം കഴിഞ്ഞല്ലേ. അപ്പോൾ അന്ന് ഈ കണക്ക് വരുമ്പോൾ ഇന്ന് ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചിരുന്നു, ആക്ച്വൽസ് ഞങ്ങൾക്ക് തരണം, എത്രയാണോ ചിലവ് വരുന്നത് അത് ഞങ്ങൾക്ക് തരണം. അത് ബറയിൽ ഉൾപ്പെടെ എല്ലാ കാര്യത്തിലും ആക്ച്വൽസ് എന്നെഴുതിയത് ശരിയായ തുക എത്രയാണോ ആ തുക തരണം. അതിൽ ഇത് കൂടുതലാണെങ്കിൽ ഇതിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ തുക, ഇതിനേക്കാൾ കുറവാണെങ്കിൽ ആ തുക. ഇത് സംബന്ധിച്ചൊരു അഭ്യർത്ഥനയാണ് വെച്ചത്. അതിനെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത്. കൊടുക്കാത്ത ബ്രെഡ് പൂത്തതുപോലെ ഇതുവരെ എഴുതിയെടുക്കാത്തതും ഇതുവരെ സമർപ്പിക്കാത്തതുമായ ഒരു എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെന്ന് ആരെങ്കിലും തീരുമാനിച്ചാൽ അത് കേരളത്തിലെ സാധാരണ മനുഷ്യരോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും. ആരും അങ്ങനെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. തൊഴുകൈകളോടെ പറയാനുള്ളത്, അനാവശ്യമായി ഈ ദുരന്തഘട്ടത്തിൽ കേരളത്തെ ദ്രോഹിക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ്. തീർച്ചയായിട്ടും അസ്സലാ. അപ്പോൾ ഓണത്തിൻ്റെ ഹാപ്പി ഓണം പറയേണ്ടതാണ്. പക്ഷേ ഹാപ്പി ഓണത്തിൻ്റെ കഥകളിലാണ് തുടങ്ങിയതെങ്കിലും അവസാനിക്കുമ്പോൾ ദുഃഖസാന്ദ്രമായിട്ടുള്ള ഒരു ഓർമ്മകളിലേക്ക് ഇത്തിരി ഞാൻ പോയി. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ പറയാൻ. എന്തായാലും വ്യക്തിപരമല്ലെങ്കിലും നാടിന് ഒരു സമ്പൽ സമൃദ്ധിയുടെ ഓണം ഉണ്ടാകട്ടെ. ഇതൊരു നല്ല പാരമ്പര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ഓർമ്മപ്പെടുത്തലാണ്. ആ വിധത്തിൽ നമുക്ക് മുന്നോട്ട് പോകാനാകട്ടെ. ആ മുന്നോട്ട് പോക്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ദുരന്തങ്ങളിൽ കേരളം കാണിക്കുന്ന സമാനതകളില്ലാത്തൊരു പങ്കുണ്ട്, നമുക്ക് മറക്കാനാകില്ല. ഞാൻ പലപ്പോഴും
കൈരളിയോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും എനിക്ക് ഈ ദുരന്ത മുഹൂർത്തത്തിലുണ്ടായ ഏറ്റവും ഭീകരമായ അനുഭവം, കോടിക്കണക്കിന് രൂപ തന്ന് ഇതിൽ പങ്കാളിയാകാൻ തയ്യാറായിട്ടുള്ള മനുഷ്യരുടെ സന്ദേശങ്ങൾ മാത്രമായിരുന്നില്ല. ആദ്യത്തെ ദിവസം തന്നെ ഞാനത് ഇപ്പോൾ പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച പിന്നെ കൽപ്പറ്റയിലെ ദുരന്തബാധിതരെ അഭിനന്ദിക്കാനുള്ളൊരു പരിപാടിയിൽ, അതിൽ സഹായിച്ചവരെ അഭിനന്ദിക്കാനുള്ള ഒരു പരിപാടിയിൽ ഞാൻ പറഞ്ഞു, ആദ്യത്തെ ദിവസം ഞാനും മുഹമ്മദ് റിയാസും കൂടി രാത്രി ഏറെ വൈകി ആസ്റ്റർ ആശുപത്രിയിലൂടെ അവിടെ ഭ്രാന്തമായ ചിന്തകളോടെ മനുഷ്യരുടെ ദുരന്ത മുഹൂർത്തത്തിലൂടെ കടന്നു പോകുമ്പോൾ കൈകാലുകൾ നഷ്ടപ്പെട്ടവർ, നിലവിളിക്കുന്നവർ, ബന്ധുക്കൾ അന്വേഷിക്കുന്നവർ, തൊട്ടപ്പുറത്ത് കിടക്കുന്ന മരണപ്പെട്ടവർ അറിയാതിരിക്കുന്നവർ, ഇവരുടെ ഇടയിലൂടെയൊക്കെ ഭ്രാന്തമായ മനസ്സോടെ നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി, ഇതുവരെ കണ്ടിട്ടില്ല ഞാനവരെ, പക്ഷെ അവരയച്ചൊരു സന്ദേശം മറക്കാതെ മനസ്സിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അവരെഴുതിയ സന്ദേശം അവിടെ നിന്ന് ലഭ്യമാകുന്ന വാർത്തകൾ കേട്ട് കരൾ പിടയുകയാണ്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്നൊരു ചാനൽ ഇപ്പോൾ എഴുതി കാണിക്കുന്നുണ്ട്. മുല കുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടിട്ടുണ്ടെങ്കിൽ നിറമാറുമായി ഒരമ്മ വിളിപ്പാടകല കാത്തിരിക്കുന്നുണ്ട് എന്നങ്ങ് അവരറിയിക്കണം എന്നായിരുന്നു ആ സന്ദേശം. യഥാർത്ഥത്തിൽ മുല കുടിക്കുന്ന ഒരു കുട്ടി ഒരു രക്തബന്ധവുമില്ലാതെ, നേരിട്ട് പരിചയമില്ലാതെ, എവിടെയാണ് ജീവിച്ചിരിക്കുന്നതെന്നറിയാതെ ഒരു കുട്ടിയുണ്ടെന്ന് വാർത്ത എഴുതി കാണിച്ചപ്പോൾ അവർക്ക് വേണ്ടി നിറമാറുമായി വരാൻ തയ്യാറായ, മലയാളത്തിൻ്റെ മാതൃത്വം ഉൾപ്പെടെ പങ്കെടുത്ത ഒരു കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ലോകം കണ്ടിട്ടില്ലാത്ത ഒരു പുനരധിവാസ ദുരന്ത നിവാരണ പ്രക്രിയയായിരുന്നു കേരളത്തിൽ നടന്നത്. ആ പ്രക്രിയയ്ക്ക് പിന്തുണ നൽകിയ എല്ലാവരോടും ഈ ഓണകാലത്ത് നന്ദി കൂടി രേഖപ്പെടുത്തണം എന്ന് കരുതുന്നു. ഓണാശംസ.